വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കടലച്ചുണ്ടലാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1/4 കിലോ കടല മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് കടല കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം കടല മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലിന് ഓഫാക്കാം. നല്ലോണം വെന്തുടഞ്ഞു പോവണ്ട. ഇപ്പം നമ്മുടെ കടലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്താൽ മതി കടല. ആ വെള്ളം നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ, വെജിറ്റബിൾ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് കടല താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കായും എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണക്കമുളക്, ഒരു 6 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പ്രമേഹ രോഗികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയുടെ അളവൊക്കെ നന്നായി കുറയ്ക്കാം. ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മുളപ്പിക്കാതെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുളപ്പിച്ചെന്നുള്ളൂ. നമുക്ക് തേങ്ങയിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ചെറുതായിട്ടൊരു മുരിഞ്ഞ മണം വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങയ്ക്ക് ചെറുതായി മൊരിഞ്ഞ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കടല മുളപ്പിക്കാൻ വേണ്ടിയിട്ടൊരു 12 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്തി എടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്കൊരു പ്ലേറ്റ് വെച്ച് മൂടി വയ്ക്കാം. പിന്നെ ഒരു 18 മണിക്കൂറൊക്കെ ആയാലാണ് മുള വന്ന് തുടങ്ങുള്ളൂ. പിന്നെ കൂടുതൽ മുള വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം അധികം വെക്കണം. കടല ഡ്രൈ ആവാതിരിക്കാനും അതുപോലെ ചെയ്ത് സ്മെല്ല് വരാതിരിക്കാനും നമുക്ക് ഇടയിലൊന്ന് കടലിൽ മേലക്കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കായംപൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള കടലച്ചുണ്ടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്